നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്തവരൊക്കെ നമ്മുടെ അടുത്ത സീറ്റിലിരിക്കുന്നവർ പ്രായമുള്ളവർ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ചിലപ്പോൾ രീതിയിലൊക്കെ സംസാരിക്കും. ചിലപ്പോൾ അവർ മഴയെ കുറിച്ചായിരിക്കും, പിന്നെ വെയിലിനെ കുറിച്ചായിരിക്കും. പിന്നെ അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ടൈം സംസാരമായിരിക്കും. അവർ നല്ല അവണക്കെണ്ണ കുടിച്ചിട്ട് വയറ്റ് ചെയ്യുന്ന പോലെ ഭയങ്കര ഫ്ലോയിൽ അങ്ങോട്ട് സംസാരിക്കും. ചിലപ്പോൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല, പേര് പോലും ചോദിച്ചിട്ടുണ്ടാവില്ല, ആരാന്ന് അറിയാൻ പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രത്യേകിച്ച് പ്രായമായവരൊക്കെയാണ് അങ്ങനെ കൂടുതൽ സംസാരിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ യാത്രക്കിടയിൽ പരിചയപ്പെടുന്ന 2 പേരെ കുറിച്ചിട്ടാണ് ഈ സിനിമ അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫ്രണ്ട്സ്, സ്പാനിഷാണ്. അപ്പോൾ വെൽക്കം ടു ദ ഡിക്റ്റേറ്റീവ് റിവ്യൂ. സോ ആദ്യം പോസിറ്റീവ്, പിന്നെ വഴിക്ക് നെഗറ്റീവ്സ്. അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം സീരീസ് ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്ത മാസം. അതിൻ്റെ ഒരു ഷോർട്സ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് കാണാനുള്ള ലിങ്കും മുകളിൽ വരുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനനുസരണം എടുത്ത് കാണാവുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒൺലി ഹാപ്പി വൈബ്സ് ആയിട്ട് മാത്രം നടക്കുന്ന, ഇടിച്ചുകുത്തി എല്ലാവരെയും കയറി ഒരു പരിചയമില്ലാത്തവരൊക്കെ ചുമ്മാ കയറി പരിചയപ്പെടുന്ന, എല്ലാവർക്കും കാശൊക്കെ ആവശ്യത്തിന് ചുമ്മാ എടുത്ത് കൊടുക്കുന്ന, പൈസ വലിച്ചെറിയുന്ന ധാരാളമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആസിഫ് അലി. മറുഭാഗത്ത് ജോലിക്ക് പോയി അന്നാന്നത്തൊക്കെ കഞ്ഞിക്ക് പോലും വകയില്ലാത്ത ഒരു അത്താഴ പട്ടിണിക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാരനായ ആളെ അവതരിപ്പിക്കുകയാണ് സുരാജ്. അപ്പോൾ പ്രാരാബ്ദം മൂലം ഇനി എന്ത് ചെയ്യുന്ന അറിയാത്ത സുരാജിൻ്റെ അടുത്തേക്ക് ജീവിതം ആസ്വദിക്കുന്ന ആസിഫ് അലി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാവാൻ കിടക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് വിളിക്കപ്പെടാത്ത ഒരു കോമാളി എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആ ഒരു റിതമാണ് ഈ പടം കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ഇവിടെ എല്ലാവർക്കും ബാക്ക് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഈ 2 പേർക്കും ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ പിന്നെ ബാക്ക് സ്റ്റോറീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ലെവൽ ക്രോസിൻ്റെ മാതിരിയുള്ള അത്ര ആവർത്തന വിരസതയുള്ള ബാക്ക് സ്റ്റോറീസ് അല്ല, ക്ലീഷേ ബാക്ക് സ്റ്റോറീസ് അല്ല. അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്ന നൈസായിട്ടുള്ള അവതരിപ്പിച്ച് പോകുന്ന ഒരു ബാക്ക് സ്റ്റോറി തന്നെയാണ്. ഭാഗ്യം. ലെവൽ ക്രോസിൻ്റെ മാതിരി കഴിഞ്ഞോണ ആസിഫ് അലിയുടെ ഒരു അഭിനയമൊക്കെ വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തോന്നി. എന്നാൽ ഈ തവണ ഒരു ധാരാളിയായിട്ടുള്ള ഒരു അങ്ങനെ അടിച്ചുപൊളിക്കാരൻ്റെ ഒരു മാനറിസം നല്ല അടിപൊളിയായിട്ട് ആസിഫ് അലി ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ പുള്ളി ജീവിക്കുന്ന ലൈഫ് അങ്ങനെ തന്നെ സിനിമയിലേക്ക് പകർത്തിയാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് ഇടയ്ക്ക് കയ്യിൽ നിന്ന് സെൻറ്റിമെൻ്റൊക്കെ ഇട്ടിട്ട് വളരെ കൺട്രോൾഡായിട്ട് കണ്ണിൽ നിന്ന് നമ്മളെ ഒന്ന് ഫീൽ ചെയ്യിക്കാൻ പാകത്തിനൊക്കെ ഉള്ളൊരു സാധനം നല്ല കൺട്രോൾഡായിട്ടൊക്കെ ചെയ്തിട്ട് വളരെ ബോൾഡായിട്ടുള്ളൊരു അഭിനയം, നന്നായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു അഭിനയം തന്നെയാണ് സുരാജ് വെഞ്ഞാറമൂടും കാഴ്ചവെച്ചേക്കുന്നത്. സ്ക്രിപ്റ്റ് തങ്കമാണ് ചെയ്തിരിക്കുന്നത്. കെട്ടിയോളൻ എൻ്റെ മാലകയിലെ റൈറ്ററാണ്. വളരെ ചെറിയൊരു ത്രെഡ് ഫണ്ണ് ആൻഡ് ഫീൽ ഗുഡിൽ പൊതിഞ്ഞ് നല്ല എൻഗേജിങ് ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാനായിട്ട്, നമ്മളോട് നല്ല രീതിയിൽ തന്നെ അത് കൺവേ ചെയ്യാനായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററിന് സാധിച്ചിട്ടുണ്ട്. സംവിധാനം നഹാസ് നാസർ. ആദ്യത്തെ പടമാണ്, കുഴപ്പമില്ലാത്ത വർക്കാണ്. ആദ്യത്തെ വർക്കായതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയുന്നില്ല. നന്നായി വരട്ടെ, നല്ല പടങ്ങളൊക്കെ ചെയ്യട്ടെ. വോയിസ് ഓവർ ഷോട്ട്സ് ഇതിൻ്റെ അകത്ത് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചില പടങ്ങളിലൊക്കെ 1-2 സീനിൽ മാത്രമേ അത് യൂസ് ചെയ്യുമ്പോൾ, 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ ക്യാമറ, അത് എടുത്തു പറയാനായിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോട്ട് കിട്ടും, പിന്നെ പുറത്തേക്ക് പാച്ച് ചെയ്ത് വരുന്ന ഒരു ഷോട്ടുണ്ട്. അതാണ് എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഇവരൊരു യാത്ര പോകുന്നതാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങളും പിന്നെ ഒരേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ ആ ഒരു ആവർത്തന വിരസത ഇല്ലാതെ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറമാന് കഴിഞ്ഞിട്ടുണ്ട്. ചാവേർ അതൊരു ഈ പറഞ്ഞാൽ അത് ഒരേ റിപ്പീറ്റഡ് ഷോട്ട്സിൽ വണ്ടികളുടെ റിപ്പീറ്റഡ് ഷോട്ട്സ് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നിയായിരുന്നു. പക്ഷേ ഇതും വണ്ടിയാണ് ഫുള്ള്. പക്ഷേ ഇത് അതിൻ്റെ അകത്തൊരു ആവർത്തന വിരസത അതിൻ്റെ അകത്ത് ഇല്ല. അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയ് പിന്നെ നമ്മുടെ ഗോപി സുന്ദർ ഒക്കെയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു മ്യൂസിക് റിച്ച് ആയിട്ടുള്ള ഒരു പടം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു മലയാള സിനിമയിൽ കാണുന്നത്. ആ ഡയറക്ടർ എന്താണോ ഉദ്ദേശിച്ചത്, റൈറ്റർ എന്താണോ അവിടെ ഉദ്ദേശിച്ചത്, അത് ഓഡിയൻസായിട്ട് കൺവേ ചെയ്യാനായിട്ട് മ്യൂസിക് പ്രോഗ്രാമറിന് സാധിച്ചിട്ടുണ്ട്. അത് നല്ല കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട്, ആ ഫീല് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിങ്, കണ്ണും നോക്കി പ്രേമിക്കുന്ന ഒരു ചെറിയൊരു രംഗമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇൻ്റർകട്ട്സ് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സ്, ഇൻ്റർവെൽ പഞ്ച്
അതൊരു കുറച്ച് ഡ്രമാറ്റിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് നല്ല എൻഗേജിങ് ആണ്, നല്ല ആകർഷകമായിട്ട് നമ്മളെ പിടിച്ചിരുത്താനായിട്ട് നമ്മളോട് ആ സ്റ്റോറിയോട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പറ്റിയൊരു പ്ലോട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. ആ ഫസ്റ്റ് ഹാഫിനോടോളം ഒരു സെറ്റപ്പ് സെക്കൻഡിലേക്ക് വന്നപ്പോൾ വന്നില്ല. കാരണം സെക്കൻഡ് കുറച്ച് വലിച്ചു നീട്ടി ഉള്ളൊരു അവസ്ഥയിലേക്ക് ആയിപ്പോയി. പിന്നെ അതേപോലെ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫിൽ വന്നു കഴിയുമ്പോൾ, അതൊക്കെ ഭയങ്കര ഒരു മിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു ഫൺ പരിപാടി എന്നതിലുപരി ഇതൊരു ഇമോഷണൽ ഫീൽ ഗുഡ് ഡ്രാമ എൻ്റർടൈനറാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ പടം നമുക്ക് നല്ല രീതിയിൽ കൺവിൻസ് ആവുന്നൊരു പടമാണ്. ആ ഒരു സെറ്റപ്പിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വൺ ടൈം എന്തായാലും നമുക്ക് വാച്ചബിൾ ആണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ മൈൻഡ് സെറ്റാണ് എന്നുള്ള ആ ഒരു കറക്റ്റ് ഡയലോഗ് നന്നായിട്ട് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അടുത്ത റിവ്യൂ വരും വരേക്കും അഡിയോസ് ബൈ അമിഗോസ് ഫ്രണ്ട്സ്. ഓക്കെ.